ഇന്ന് നമ്മുടെ രുദ്രൂട്ടനെ കാണാനായിട്ട് കൺമണിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ കോളിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് അവർ രണ്ടുപേരും കൂടി ആദ്യമായിട്ടാണ് നേരിട്ടിട്ട് കണ്ടുമുട്ടുന്നത്. ഞാൻ 5 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ദയക്ക് 7 മാസമായിരുന്നു. അവളുടെ വളക്കാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 10 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വീണ്ടും ഒരുമിച്ച് കൂടുന്നത്. അവസാനം കാണുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സാധാരണ ആരുടെ അടുത്തേക്കും പോവാത്ത രുദ്രൂട്ടൻ ദയ എടുത്തപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു. കൺമണിക്കുട്ടി പിന്നെ അങ്ങനെയൊന്നുമില്ല, ആരെടുത്താലും അവൾ ഹാപ്പിയാണ്. കൺമണി ഒരു ന്യൂ ഇയർ ബേബിയാണ്. ജനുവരി 1-നാണ് അവൾ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 7 മാസത്തിന് ശേഷമാണ് അവൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇത് കൺമണിയുടെ ആദ്യത്തെ വരവായതുകൊണ്ട് തന്നെ നാട്ടിൽ വെച്ചിട്ട് അവരൊരു ചെറിയ ഫംഗ്ഷൻ നടത്തുന്നുണ്ട്, ഒരു നെയ്മിങ് സെറമണി ഫംഗ്ഷൻ. അപ്പം നമ്മുടെ രുദ്രൂട്ടൻ ഉണ്ടാക്കിയ പോലെ ഒരു നെയ്മിങ് സെറമണി ബോർഡ് കൺമണിക്കുട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൺമണിക്കുട്ടിക്ക് ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് അവർ തിരിച്ച് പോവാണ്. ഇനി ഞങ്ങൾ കാണുന്നത് കൺമണിക്കുട്ടിയുടെ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പത്തുള്ളൂ ഗൈസ്, ബൈ.